വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും വെള്ളം കയറി പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് ആഴ്ചവട്ടം ശിവക്ഷേത്രക്കുളത്തിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ആഴ്ചവട്ടം ദ്വാരകയിൽ ജയപ്രകാശിന്റെ മകൻ സഞ്ജയ് ആണ് മരിച്ചത്. മാത്തോട്ടത്ത് കനാലിൽ വീണ് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. അരക്കിണർ മേനത്ത് രാധയാണ് മരിച്ചത്. രാവിലെ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പന്തീരങ്കാവ് ദേശീയപാത സർവീസ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് റോഡ് തകർന്നു. രാത്രിയിൽ ഇതുവഴി സഞ്ചരിച്ച ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. ഭിത്തി ഇടിഞ്ഞ് മണ്ണ് വീണ് 2 വീടുകൾ പൂർണ്ണമായും അംഗൻവാടി ഭാഗികമായും തകർന്നു. തകർന്ന വീട്ടിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. വീട്ടുപണിക്ക് പോയി ഉണ്ടാക്കിയ വീടാണ്, അതിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. ലോൺ കൊടുത്ത് അറബ് ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്ത് കണ്ടാൽ കൊപ്പി അടിച്ചുണ്ടാക്കിയ വീടാണ്, അങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ ഒരു ഉടുക്കാനൊരു തുണിയിലായിട്ട് ആരാൻ തരും, ഒക്കെ മണ്ണിന്റെ ചോട്ടിലാണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. തൃശൂരിൽ ജില്ലാ ആശുപത്രിക്ക് സമീപം മരം കടപുഴകി വീണ് നിർത്തിയിട്ട 2 ഓട്ടോറിക്ഷകൾ തകർന്നു. ആളപായമില്ല, ഗതാഗതം തടസ്സപ്പെട്ടു. പൂങ്കുന്നത്ത് ഇലക്ട്രിക് ലൈനിന് മേലെ മരം വീണ് വൈദ്യുതി തടസ്സപ്പെട്ടു. തേക്കിൻകാട് മൈതാനത്തെ ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ കനത്ത മഴയിൽ ഇടിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ, കോഴിക്കോട്.